സാറേ, ചെക്കിങ്ങാ പറ്റുവാണോ? അതൊക്കെ പറയാം, നീ ആദ്യം ഒന്ന് ഇറങ്ങ. സാറേ, എന്റെ കയ്യിൽ എല്ലാ പേപ്പേഴ്സും ഉണ്ട്. ഭാര്യ കമ്മീഷണറായതിനു ശേഷം മാക്സിമം നിയമമെല്ലാം ഞാൻ കൃത്യമായിട്ട് നോക്കും. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കേസിൽ പെട്ട അതിന്റെ മോശം അവൾക്കും കൂടിയല്ലേ. ഇതൊക്കെ പുതിയ ട്രെയിനീസ് ആണ്. ആണെങ്കിൽ എല്ലാരും കൊള്ളാം, നല്ല ഫിറ്റാ. നീ വലിയ അടിക്കാരനൊക്കെ അല്ലേ? നീ ഇവരുമായിട്ടൊന്ന് മുട്ടി നോക്കടാ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സാറേ, ഇപ്പോ തീരെ സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിലെത്തണം. ഇന്നവിടെ കലാപരിപാടികൾ നടക്കുകയല്ലേ. അല്ല, സാർ എന്താ ഇന്ന് സ്കൂളിൽ പോകാത്തത്? ആദ്യം ഒന്നിന് പേര് കൊടുത്തില്ലേ? ഇല്ല, എനിക്ക് ഇവിടെ ഒരു കലാപരിപാടി നടത്താനുണ്ട്. പഞ്ഞിക്കിടൽ. എടാ, നീ എന്റെ മകന്റെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു. പണ്ട് ഞാൻ ഒരുത്തിയെ കയറി പിടിച്ച കഥയൊക്കെ സ്കൂളിൽ പറഞ്ഞ് നീ എന്നെ നാണം കെടുത്തി. നീ അങ്ങ് മിടുക്കനായി. എന്നിട്ട് നിന്നെ ഞാൻ അങ്ങ് വെറുതെ വിടും നീ വിചാരിച്ചു? ഇല്ല, സാർ ഇങ്ങനെ എന്തെങ്കിലും തൊട്ടി പരിപാടി കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് നേരിടാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അതിന്റെ ടൈമിങ്ങിലാണ് പ്രശ്നം. സോറി, നമുക്ക് വേറൊരു ദിവസം കാണാം. അടിച്ചു കൂട്ടടാവനെ. വേണ്ട വേണ്ട, ഞാനിപ്പം വളരെ ഹാപ്പിയാ. അപ്പൊ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ പ്ലീസ്. എന്റെ ഷർട്ടിൽ ചെളിയും വേർപ്പൊക്കെ. ഷർട്ട് ചുളിഞ്ഞു പറഞ്ഞു. ഞാൻ ഒരു ഡിവൈഎസ്പി ആണ്. എന്നെ തൊട്ടാ നീ ഡിവൈഎസ്പി ആണെങ്കിലേ അതിന്റെ മാന്യത ഉത്തരവാദിത്വമൊക്കെ പെരുമാറ്റത്തിലുണ്ടാവണം. അല്ലാതെ കണ്ട 4-ാം കൂലി തെമ്മാടികളെയും കൂട്ടിപ്പിടിച്ച് ഇരുട്ടടി അടിക്കാൻ വഴിവെക്കല് കാത്തു നിൽക്കരുത്. കേട്ടോടാ. എടാ, നിന്റെ മോന്റെ സ്കൂളിൽ ഇന്നൊരു പരിപാടി നടക്കല്ലേ. അവിടെ പോയി അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം താൻ ഇവിടെ തല്ലുകൊള്ളാമെന്ന് നിൽക്കണം. തനിക്കൊക്കെ എപ്പോ വേണമെങ്കിലും മക്കളെ കാണാൻ കിട്ടുന്നതിന്റെ അഹങ്കാരോ. തന്റെ മോനെ ഓർത്തിട്ട് ഞാൻ തന്നെ വെറുതെ വിടുന്നു.